റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കൊല്ലത്ത് ഇരവിപുരത്ത് MP NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന്റെ മുൻഗണന. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇരവിപുരം സീറ്റിലേക്ക് 3 പേരുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൊല്ലത്ത് ചേരും. പാർട്ടിയിലെ വിഭാഗീയതയും ചർച്ചയാകും. AB ജയശങ്കറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AB ജയശങ്കർ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നറിയുന്നു. ഇരവിപുരത്ത് 3 പേരുകളാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിലിപ്പോൾ കാർത്തികിന്റെ പേരിന് വീണ്ടും പിന്തുണ കിട്ടുകയാണോ നമ്മുടെ പ്രേമചന്ദ്രന്റെ മകൻ കാർത്തികിന്? പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില ആളുകൾ പാരവയ്ക്കുന്നതായി നമുക്ക് വിവരമുണ്ട്. പാരകൾ ഫലിച്ചില്ലേ? കോൺഗ്രസിന്റെയും ലീഗിന്റെയും സമ്മർദ്ദ ഫലം കാണുന്നുണ്ടോ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ കുറേ ദിവസമായി RSPയിൽ ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. മണ്ഡലം കമ്മിറ്റി ചേർന്നു. അങ്ങനെ കാർത്തിക്കിന്റെ ഉൾപ്പെടെ 3 പേരുടെ പേരുകൾ ശുപാർശ ചെയ്തു. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചത്, അല്ലെങ്കിൽ പ്രാമുഖ്യം ലഭിച്ചത് കാർത്തിക് പ്രേമചന്ദ്രന്റെ പേരാണ്. ഈ പേരുൾപ്പെടെ നൌഷാദിന്റെയും കാർത്തിക്കിന്റെയും ഉൾപ്പെടെ 3 പേരുകൾ ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് കൈമാറി. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. ഈ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാർത്തിക് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലെന്നാണ് RSP കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഷിബു ബേബി ജോൺ വിഭാഗവും പ്രേമചന്ദ്രൻ വിഭാഗവും 2 ചേരികളായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ തർക്കം മുക്കുകയാണെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി, ഈ പട്ടികയിലൊന്നും ഇല്ലാത്ത ഒരു സമവായ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ ചില പേരുകൾ കൂടിയുണ്ട്. പക്ഷേ അത് നിലവിൽ പുറത്തു പറയാൻ പറ്റുന്ന രീതിയിലായിട്ടില്ല. പക്ഷേ ഒരു സമവായ സ്ഥാനാർത്ഥിയിലേക്ക് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ പോകും. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് കാർത്തിക് പ്രേമചന്ദ്രൻ തന്നെയാണ് മുൻതൂക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. കാർത്തിക്കിന്റെ പേരിലേക്ക് കൂടുതൽ പ്രാമുഖ്യം വന്നിരിക്കുന്നു. കാർത്തിക്കിന് കൂടുതൽ ഹെഡ്ജ് ഇരവിപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഇന്നെന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതിന് പുറമെ ഈ A അസീസ് നടത്തിയ ചില പരാമർശങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവും. കാരണം പ്രേമചന്ദ്രൻ MPക്കെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളിൽ ചില വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നാലെ മണ്ഡലം കമ്മിറ്റികളിലും ഈ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നെന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ഇരവിപുരത്ത് ആരെന്ന ഒരു സസ്പെൻസ് സംസ്ഥാന സെക്രട്ടേറിയറ്റോടുകൂടി പൊളിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ സസ്പെൻസ് കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും അക്കാര്യം 11 മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയാം. എന്തായാലും ഒരു സസ്പെൻസ് ഉള്ള കാര്യമായിരുന്നു. ആ സസ്പെൻസ് ഇന്നത്തോടെ അവസാനിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മളും കഴിഞ്ഞ കുറേ ദിവസമായി ഇരവിപുരം സീറ്റിൽ ആര് വരും എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുൺ. എന്തായാലും അതിൽ ഇന്നൊരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും പ്രേമചന്ദ്രൻ മോഹൻ കാർത്തിക് പ്രേമചന്ദ്രനാണ് മുൻതൂക്കമെന്നാണ് നമ്മുടെ RSP സോഴ്സുകൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കാർത്തിക് പ്രേമചന്ദ്രൻ ഇരവിപുരത്ത് മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നൌഷാദ് വേഴ്സസ് കാർത്തിക് പ്രേമചന്ദ്രൻ. ഉഷാറാവട്ടെ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. അതിനിടയ്ക്ക് RSPയിലും വിഭാഗീയതയുണ്ടെന്ന് കേട്ടു. ആകപ്പാടെ ചില പ്രദേശത്ത് മാത്രമുള്ളൊരു പ്രാദേശികമായിട്ടുള്ളൊരു പാർട്ടി, അതിനിടയിലും വിഭാഗീയം എന്നാൽ ആ പാർട്ടിയുടെ അവസ്ഥ എന്നാലോചിക്കുക. RSP എങ്ങാനും വിഭജിച്ചാൽ അതിനൊന്നും പോകാൻ സാധ്യതയില്ല. എല്ലാ പാർട്ടിയിലുള്ളതുപോലെ അത്രയും കണക്കാക്കിയാൽ മതി.